ഹലോ, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചാലഞ്ച് ആയിട്ടാണ്. ഓക്കെ, നമുക്കൊരു 7 days ഗ്ലോയിങ് സ്കിൻ ചാലഞ്ച് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഇതിലൊരു 3-4 സ്റ്റെപ്സ് ഉണ്ട്. ഒരു 3 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ 3 സ്റ്റെപ്സും നമ്മൾ ഡെയിലി ചെയ്യണം. അതായത് ജസ്റ്റ് കുറച്ച് എന്താ പറയാ, ഫേസ് പാക്ക് ഇടും, ഒരു സ്ക്രബ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലെൻസിങ് ഉണ്ട്. അങ്ങനെ 2-3 ബേസിക് സ്റ്റെപ്സ് മാത്രമാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ബട്ട് മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ഇറ്റ് എവറി സിംഗിൾ ഡേ. 7 ദിവസത്തേക്ക് 7 days വരെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തിട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. സോ ഞാൻ ബേസിക്കലി രാത്രിയിലാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. ഇത് രാത്രിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് 7 ദിവസം ചെയ്ത് 8ാമത്തെ ദിവസം രാവിലെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഫീൽ ചെയ്യാൻ. നല്ല ഗ്ലോ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മുടെ ഈ 7 days ഗ്ലോയിങ് സ്കിൻ ചാലഞ്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ ക്ലെൻസ് ചെയ്യാന്നുള്ളത്. ഈ പറയുന്ന എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ്ലി 7 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നുള്ളത് ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ അറിയണം. സോ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് പാലാണ്, ജസ്റ്റ് റൂം മിൽക്ക്. ഇത് കാച്ചിയിട്ടൊന്നുമില്ല, നല്ല തണുത്ത പാലാണ്. തണുത്ത പാൽ തന്നെ എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ, അതല്ലെങ്കിൽ ഒരു കോട്ടൺ വേണമെങ്കിലും വെക്കാം, എടുത്തിട്ട് ഫേസിൽ നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു റോ മിൽക്ക് നമ്മൾ ജസ്റ്റ് മിൽക്ക് വെച്ചിട്ട് ഡെയിലി ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ തന്നെ പെട്ടെന്നൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരുന്നത് അറിയാൻ പറ്റും. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വെക്കും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾക്കിപ്പോ ഈ ഒരു മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർമൽ തൈര്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് വെച്ചിട്ടും ക്ലെൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താണ് യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം കേട്ടോ എന്ത് വേണം എന്നുള്ളത്. സോ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഫേസിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മളിത് ഉടനെ വാഷ് ചെയ്യുന്നില്ല. നമ്മളിതൊരു 5 minute ഇത് അങ്ങനെ വെക്കുകയാണ്. അതിനുശേഷമാണ് നമ്മളിത് വാഷ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു 5 minute ആയിട്ടുണ്ട്. നമ്മളുടെ ഫേസിൽ നല്ലതുപോലെ ഇതൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ അബ്സോർബ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പൊ ഈ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് പാല് വേണം. ഈ തണുത്ത പാല് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾ തണുത്ത പാല് തന്നെ എടുക്കാൻ നോക്കുക. ആൻഡ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും ഒരു നോർമൽ അലോവേര ജെല്ല് മതിയാവും. സോ ഇത് ഏകദേശം ഒരു ടീസ്പൂൺ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ആൻഡ് ഈ അലോവേര ജെൽ നമുക്കറിയാം നമ്മുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ലതുപോലെ ഗ്ലോ ആക്കി വെക്കുന്ന ഒന്നാണ് നമ്മുടെ അലോവേര ജെൽ എന്നുള്ളത്. ആൻഡ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ലെയർ തരുന്നുണ്ട് ഈ ഒരു അലോവേര ജെൽ. ആൻഡ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഫ്ലോർ ആണ്, നമ്മുടെ നോർമൽ അരിപ്പൊടി. അപ്പൊ ഈ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചത് വേണമെങ്കിൽ എടുക്കാം, വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതും ചെയ്യാം. സോ ഞാൻ അലോവേര ജെൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണം. ഓക്കെ, അപ്പൊ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ ഒരുപാട് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മളുടെ ഈ അരിപ്പൊടിയിലുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു സ്ക്രബാണ്. മേക്ക് ഷുവർ നല്ല പൗഡർ ആയിട്ടുള്ള, ഇപ്പൊ നോക്കിയത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ ആയിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ തരുതരാന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് നമ്മള് സ്കിന്നൊക്കെ ഡാമേജ് ആയിപ്പോവും. സോ മേക്ക് ഷുവർ നിങ്ങൾ അത് ചെയ്യുന്നു എന്നുള്ളത് നല്ല പൗഡർ ആയിട്ടുള്ളത് എടുക്കുക. ആൻഡ് ഇതിലെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലെമൺ. സോ ലെമൺ ഒക്കെ നിങ്ങളുടെ ഫേസിൽ, ചിലരുടെ ഫേസിൽ അത് സ്യൂട്ട് ആവില്ല. അപ്പൊ സ്യൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ലെമൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം ലെമണേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി വേണം. ഒരുപാട് നമ്മളിത് ഒരുപാട് അങ്ങ് ഇതാക്കി പാടില്ല, കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. ഇപ്പം ലിക്വിഡ് കൺസിസ്റ്റൻസി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ പാലൊഴിക്കാം.
ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെൽ ഇട്ടു, 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ഇതിലേക്ക് ഒരല്പം നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിലൊരു ബ്രഷ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. സോ ഞാനിത് ഫേസിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നോ അത് തന്നെ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആൻഡ് ജസ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു മസാജ് കൊടുത്ത് സ്ക്രബ് ചെയ്യാണ് നമ്മുടെ ഫേസ്. ആൻഡ് ഒരു 2-3 മിനിറ്റ് ഇത് ഇതേപോലെ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും ചെയ്യാം, വൈകിട്ട് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് രാത്രിയിൽ ചെയ്യാനാണ് കേട്ടോ. നമ്മൾ രാത്രിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിൽ അങ്ങനെ നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പൊ സ്കിന്നിലൊക്കെ അതൊക്കെ ഒന്ന് അബ്സോർബ് ആവാനായിട്ടും ഇതിന്റെയൊക്കെ ഒരു മാജിക്ക് വർക്ക് ആവാനും കുറച്ച് ടൈം കിട്ടുകയും ചെയ്യും. ആൻഡ് നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഇത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ നിങ്ങൾ അത് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ടോണറല്ല ക്ലെൻസറും ഈ ഒരു ഫേസ് സ്ക്രബും പാക്കും ഒക്കെ നമ്മൾ ഇടുമ്പോൾ വേറെ ഒന്നും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യാം, ബട്ട് വേറെ ഐറ്റംസ് ഒന്നും രാത്രിയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നമുക്കിത് ഇങ്ങനെ ഒരു 3 മിനിറ്റ് നല്ലതുപോലെ സ്ക്രബ് ചെയ്തിട്ട് 3 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. സോ ജസ്റ്റ് ആ ഫേസിൽ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ ഞാനിത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു സ്ക്രബ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ ഈ ഫേസ് പാക്കിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാലാണ്. സോ നമ്മളെ ഈ ക്ലെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസറും പാലാണ്. ആൻഡ് നമ്മുടെ സ്ക്രബിന് യൂസ് ചെയ്തതും പാലാണ്. അതേപോലെ തന്നെ പാക്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പാലാണ്. അപ്പൊ നമ്മൾ ഇനി ഈ പാലിലേക്ക് ചേർക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടീസ്പൂൺ എടുത്ത് കടലമാവാണ് ചേർക്കുന്നത്. സോ നമുക്ക് പാലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നല്ലതുപോലെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കി ഇതാക്കി വെക്കുന്നുണ്ട്. ആൻഡ് ദെൻ കടലമാവ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് തരുന്നുണ്ട് നമ്മുടെ ഫേസിന്. അതേപോലെ തന്നെ നമുക്ക് ഈ ടാനിങ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഏകദേശം 1 ടീസ്പൂൺ കടലമാവും ഇതിലേക്ക് ചേർക്കുകയാണ്. കടലമാവ് നമ്മുടെ ഫേസിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ് കേട്ടോ. ആൻഡ് നമ്മൾ മൂന്നാമതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത് എന്നുള്ളത്. സാധാരണ മഞ്ഞൾ ചേർക്കാൻ പാടില്ല കേട്ടോ. സോ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം ഒരു 1 ടീസ്പൂൺ എടുത്ത് കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ കസ്തൂരി മഞ്ഞളൊക്കെ ഇടുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഒരു പരിധി വരെ അത് കുറയ്ക്കും. പിന്നെ അത് വളരാനൊക്കെ ആയിട്ട് കുറയ്ക്കും അതിന്റെ വളരുന്ന റേറ്റ് ഒക്കെ. സോ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നാരങ്ങ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നാരങ്ങ എടുത്താൽ മതിയാവും. ആൻഡ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ നാരങ്ങയിൽ ഒരുപാട് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ആ ഫേഷ്യൽ ഹെയർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ബ്ലീച്ച് ചെയ്യാനും നമുക്കൊരു ബ്രൈറ്റനിങ് ഒക്കെ നമ്മുടെ സ്കിന്നിന് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ നാരങ്ങ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചിലർക്ക് ഈ നാരങ്ങ സ്യൂട്ട് ആവില്ല, അലർജി ഒക്കെ വരും സ്കിന്നിൽ. അപ്പൊ അത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. സ്യൂട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ പാലും കടലമാവും നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളും മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് റെഡിയാക്കാം. സോ ഈ ഫേസ് പാക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ നമുക്ക് ഈ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നേരം കൂടെ ചെയ്യാം കേട്ടോ. രാവിലെയും വൈകിട്ടും ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് നെക്കിലും അതേപോലെ തന്നെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ചെയ്ത എല്ലാ സ്റ്റെപ്സും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനിത് ഫേസിലും നെക്കിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് അങ്ങനെ വിട്ടേക്കാം. നല്ലപോലെ ഒന്ന് ഉണങ്ങി വരണം. ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പൊ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
സോ ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാഡ് ഡ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കി എടുക്കാം ഇത് കേട്ടോ. സോ നിങ്ങൾക്ക് ഒരു ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻസ് നല്ലതുപോലെ ഫീൽ ചെയ്യും. സോ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു ഐസ് ക്യൂബ് നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ ഒരു നല്ല മസാജ് കൊടുക്കുക. അതിപ്പോ ഏത് ഫേസ് പാക്ക് ഇട്ടാലും ഞാൻ പറയും അതെന്തായാലും നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിൽ കൊടുക്കും ഈ ഒരു മസാജ് ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും വെക്കുകയും ചെയ്യും. സോ ജസ്റ്റ് ഒരു മിനിറ്റ് അടുത്ത് നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കാം. സോ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് നല്ലതുപോലെ ഫേസ് ഒന്ന് ഒപ്പിയെടുക്കാം, ഇതിലെ വെള്ളമൊക്കെ. സോ ആ ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള മസാജ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്, ഒരു ഗ്ലോ, ഒരു ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ വെച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് കയ്യിൽ അലോവേര ഉണ്ടെങ്കിൽ അലോവേര എടുക്കുക. നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ആയാലും ജെല്ലായാലും എടുക്കുക. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഒരു മസാജ് കൊടുക്കാം നമ്മുടെ ഫേസിന്. ഇത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ല ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ഒന്ന് പാമ്പർ ചെയ്യുക. സോ മോയ്സ്ചറൈസർ കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്ലോയും ആ ഒരു സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ഒരു സ്മൂത്ത്നെസ്സും പിന്നെ പെട്ടെന്നൊരു നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലെമൺ മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സ്കിന്നിന് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യുക. ബാക്കി എല്ലാം യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് നിങ്ങൾ ഈ 7 ദിവസം ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുക. സ്ക്രബ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് യൂസ് ചെയ്താൽ നാളെ യൂസ് ചെയ്യണ്ട, പിന്നെ മറ്റന്നാൾ യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റ് ഡേയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കി നമ്മുടെ ക്ലെൻസിങ് ആണെങ്കിലും അതേപോലെ തന്നെ ഫേസ് പാക്ക് ആണെങ്കിലും ഐസ് വെച്ചുള്ള മസാജിങ് ആണെങ്കിലും മോയ്സ്ചറൈസിങ് ആണെങ്കിലും എല്ലാം എല്ലാ ദിവസവും ചെയ്യുക. 7 ദിവസവും രാത്രിയിലും നിങ്ങൾ ഇത് ചെയ്തതിനു ശേഷം 8ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസിലുള്ള മാറ്റം നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുക, കാണുക. അതിനുശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. മേക്ക് ഷുവർ നിങ്ങൾ 7 ദിവസം ഇത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനുശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുക. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.